ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധമായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റവാ ജാബിർ ഖാല റആ ഉമർ ലഹമൻ മുഅല്ലമകം ഫീ യദി. ജാബിർ റളിയല്ലാഹു അൻഹു, എല്ലാവരും നമ്മളെ പെരുമ്പാവൂരിന്റെ ഒരു സ്വഭാവമാണ് എല്ലാ ഞായറാഴ്ചയും പോയി ഇറച്ചി വാങ്ങുക. സർവ്വസാധാരണമാണ്. ഞായറാഴ്ച ആകുമ്പോ പോത്തിറച്ചി അല്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉസ്താദേ ഒരു സുഖം. എന്നാൽ നാട്ടുകാർ മൊത്തം ആ ശൈലിയിലാണ്. ഹറാമെന്നല്ല, നമുക്കാഗ്രഹം തോന്നുമ്പോ നമ്മളത് ചെയ്യുന്നു. അല്ല മന്തി വേണം, നമ്മളാണെങ്കിൽ കടയിൽ പോയി മന്തി കഴിക്കുന്നു. എന്നാ മുൻഗാമികളെ കേട്ടോ, അവർ പ്രതിരോധിച്ചത് എങ്ങനെയെന്നറിയുമോ? ജാബിർ റളിയല്ലാഹു അൻഹു കയ്യിൽ ഒരു പൊതി ഇറച്ചിയുമായിട്ട് കൊണ്ടുപോകുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മാഹാദാ യാ ജാബിർ, ജാബിറേ എന്താണിത് ജാബിറേ? ഫഖുൽതു ഇസ്തഹൈതു ലഹ്മാ ഫശ്തറൈതു, ഒരൽപ്പം ഇറച്ചി എനിക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നി ഉമറേ, ഞാനത് വാങ്ങി ഉമറേ. ജാബിറേ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ വാങ്ങുമോ? മറുപടി ചോദ്യമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ തിന്നുവാണോ, വാങ്ങുവാണോ, ആസ്വദിക്കുവാണോ? അമാ തഖാഫു ഹാദിഹിൽ ആയാ, ഈ ആയത്തിനെ നീ ഭയപ്പെടുന്നില്ലേ ഉമറേ? അദഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികുമുദ് ദുനിയാ, ദുനിയാവിൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് പകരം ദുനിയാവിൽ തന്നെ നീ ആസ്വദിച്ച് തീർക്കുകയാണോ? ഭയപ്പെട്ട AC റൂമിൽ കിടക്കുന്ന അത്യാഡംബര സൗധങ്ങൾ കെട്ടിപ്പടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ശറഇൽ ഹറാമല്ല, അനുവദനീയം തന്നെയാണ്, കിടക്കാവുന്നതാണ്, അല്ലാഹു തന്ന നിഅമത്ത് തന്നെയാണ്. പക്ഷേ മുൻഗാമികൾ അതിനെ കണ്ടത് ദുനിയാവിൽ ചെയ്ത എന്തെങ്കിലും നന്മകൾക്ക് പകരമാണോ ഈ അനുഗ്രഹം എന്റെ റബ്ബനിക്ക് തന്നത്? ആഖിറത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ? ഖുർആന്റെ ആയത്ത് അങ്ങനെ, കാഫിരീങ്ങളുടെ മേൽ ഇറങ്ങിയ ആയത്താണ്. അവർക്ക് ആഖിറത്തിൽ അല്ലാഹു ഒരു പ്രതിഫലവും കൊടുക്കൂല. ദുനിയാവിൽ ചെയ്ത നന്മകൾക്ക് ദുനിയാവിൽ തന്നെ അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു, ഞാനും എന്തെങ്കിലും നന്മ ഈ ദുനിയാവിൽ ചെയ്തിട്ട് അല്ലാഹുവിന്റെ ആഗ്രഹം പറ്റാൻ എനിക്ക് അനുവാദമില്ല, ആ അനുഗ്രഹം എനിക്ക് വേണ്ടതാണ്. ഓരോ സ്വഹാബികളെയും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എങ്ങനെ നമ്മൾ നല്ലവണ്ണം ഒന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങും ഈ ആയത്ത് കേൾക്കുമ്പോ? അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. സുഖാഡംബരങ്ങളുടെ പറുദീസയിൽ ആറാടുമ്പോഴാണ് അനുഗ്രഹങ്ങളെല്ലാം കെട്ടിപ്പടുത്തിട്ട് നമ്മൾ അല്ലാഹുവിനെ മറക്കുമ്പോഴാണ് അദാബ് ഇറങ്ങുന്നത്. നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എല്ലാവരും പറയുന്നു മുല്ലപ്പെരിയാർ പൊട്ടിവരുമെന്ന്, ആർക്കും പക്ഷേ ഉള്ളിൽ ഭയമില്ല. അതിന്റെ ഭീകരതയെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും നമുക്കില്ല. പക്ഷേ ഇപ്പോഴും സുഖങ്ങളാണ്, സന്തോഷങ്ങളാണെങ്കിൽ നിഅമത്ത് കിട്ടിയവരെ, നല്ല ബാങ്ക് ബാലൻസ് ഉള്ളവരെ, റബ്ബിന്റെ നിഅമത്തായ ഒരു അസുഖം പോലും വരാതെ വീട്ടിൽ സുഖമായി കഴിയുന്നവരെ, അല്ലാഹുവിനെ മറക്കല്ലേ, ഒരൊറ്റ വഖത്ത് നിസ്കാരം പോലും പാഴാക്കരുതേ. സദാ ദിക്റിലായി, സദാ തസ്ബീഹിലായി റബ്ബ് തന്ന നിഅമത്തിനെ മറ്റുള്ളവർക്ക് കൂടി പകുത്തു കൊടുത്തു അല്ലാഹുവിനെ ഓർത്ത് സമ്പത്ത് തന്ന് അനുഗ്രഹിച്ചവരെ, പാവങ്ങളെയും കൂടി ചേർത്ത് പിടിച്ച് അല്ലാഹുക്ക് നന്ദി ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ ഈ നാട് അദാബിലാകുമെന്നാണ് വിശുദ്ധമായ ഖുർആൻ പറയാ. നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഷാമിലെ ഗവർണറാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമറിന്റെ ആ ഷാമിന്റെ ഗവർണറുടെ വീട്ടിലൊന്ന് പോയി. ഭരണാധികാരിയായിരിക്കുമ്പോ നമ്മളെല്ലാവരും ഒരൽപ്പം ഭരണം കിട്ടുമ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണ്ട, രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേതാവാകണ്ട, ഈ പഞ്ചായത്തിന്റെയോ ഈ
ലോക്കൽ കമ്മിറ്റിയുടെയോ ചെറിയ ഒരു സംഘടനയുടെയോ നേതാവായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ കിബറാണ്. ജനങ്ങൾ എന്നെ സെലക്ട് ചെയ്തതല്ലേ, അത് എന്റെ ക്വാളിറ്റി കൊണ്ടല്ലേ, അത് ക്വാളിറ്റി അല്ല, റബ്ബിന്റെ പരീക്ഷണമാണ്. അധികാരങ്ങളെങ്ങാനും കയ്യിലുണ്ടെങ്കിൽ മനുഷ്യരെ ചോദ്യം കൂടും, ചോദ്യം കൂടും, ചോദ്യം കൂടും. ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, കെട്ടിടമുണ്ട്, സൗകര്യങ്ങളുണ്ട്, കച്ചവടമുണ്ട്. നിന്റെ തൊട്ടയൽവക്കത്ത് താമസിക്കുന്നവൻ ഇതൊന്നുമില്ലെങ്കിൽ അവനോട് ചോദ്യമില്ല. ചോദ്യം നിന്നോടാണ്. നിന്റെ ഭാര്യയുടെ കടമകൾ നീ ചെയ്തോ? മക്കളോടുള്ള കടപ്പാടുകൾ ചെയ്തോ? വീട് കിട്ടിയിട്ട് നീ നന്ദി കാണിച്ചോ? നിന്റെ കുടുംബത്തിനോടുള്ള ഹക്ക് പാലിച്ചോ? കച്ചവടം നല്ലവണ്ണം ചെയ്തോ? ഭയങ്കര സംഭവങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. മഹാനായ അബൂബൈദാന്റെ വീട്ടിൽ കയറിയപ്പോ ഇല്ലാ സൈഫഹു വതുർസഹു വരിഹ്ലാ, ആകെയുള്ള ഒരു വാള്, ഒരു പടയങ്കിയുമുണ്ട് പുതച്ചു കിടക്കാൻ, ഒരു റൂമുമുണ്ട് പുതച്ചു കിടക്കാൻ, ഒരു പുതപ്പുമുണ്ട്. നേരത്തെ പറഞ്ഞ അതേ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അബൂബൈദ ഡ്രസ് എടുത്താ മതിയാവൂല നമുക്ക്, ചെരുപ്പെടുത്താ മതിയാവൂല നമുക്ക്, വാഹനങ്ങൾ ഒന്ന് വാങ്ങിയാലും പുതിയ മോഡൽ കാണുമ്പോ പിന്നെയും അതിന്റെ പിന്നാലെ പരക്കം പായുകയാണ്. വീട് വെച്ചിട്ടും പിന്നെ മോടി കൂട്ടാൻ വേണ്ടി വെച്ച വീട് വെറുതെ പൊളിച്ചിട്ട് വീണ്ടും കെട്ടിപ്പൊക്കുന്നവര്, അനാമത്തായിട്ട് പൈസ ചെലവാക്കുന്നു. ഒരു പറയുന്ന ന്യായം ഞങ്ങളെ കയ്യിൽ കാശുള്ളത് കൊണ്ടല്ലേ എന്ന്. എടാ, കാശ് നിന്റെ കയ്യിലുള്ളത് നിന്റെ തോന്നിവാസം കാണിക്കാനല്ല, നിന്റെ കയ്യിലുള്ള ബാങ്ക് ബാലൻസ് മുഴുവനും നിനക്ക് അറുമാദിച്ച് തീർക്കാൻ വേണ്ടിയല്ല പടച്ച തമ്പുരാ നിനക്ക് തന്നത്. അങ്ങനെ ചെയ്തു തന്നാൽ, അങ്ങനെ നീ അനുഭവിച്ച് തീർത്താൽ പടച്ചവനാണ്, വല്ലാഹിയാണ്, തലമുറയ്ക്ക് അനുഭവിക്കാൻ അല്ലാഹു ബാക്കി വെക്കൂല. ഇത് സുഫിയാൻ ബാഖവിയുടെ വാക്കല്ല, ഇത് പടച്ച തമ്പുരാൻ അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്.